എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയിൽ ഉണ്ടായ കായാണ് കേട്ടോ. പൂത്ത് ആ പൂ ഒക്കെ ഇങ്ങനെ ഉണങ്ങി. ഇപ്പോൾ അതാണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ആട്ടോ. ഇനി അതിലിങ്ങനെ ആ കായ ഫോം ചെയ്ത് വരും. ഇതിൽ 3 കായ ഉണ്ടായി ഈ കുറി, പക്ഷേ ഒന്നേ നന്നായി പിടിച്ചുള്ളൂ. ഇനി ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഇതുണ്ട്, ഇത് ഞാനിങ്ങനെ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇക്കുറി എനിക്ക് നേരെ പരിചരണമൊന്നും കൊടുക്കാൻ പറ്റിയില്ല. വേനൽക്കാലത്ത് ശരിക്കും നന്നായി കട്ട് ചെയ്തൊക്കെ നിർത്തേണ്ടതായിരുന്നു, പറ്റിയില്ല. അപ്പോൾ ഇക്കുറി കായയും കമ്മിയാണ് തോന്നുന്നു. ഇനി ഉണ്ടാവുമോ എവിടെയെങ്കിലും? വീണ്ടും എന്താ ഇവിടെ ഒരു പൂ വരുന്നുണ്ട്. കണ്ടോ, ഇതെങ്ങനെയാണ് പൂ ഉണ്ടാവുക? തൂങ്ങി നിൽക്കണേലാണ് പൂ വരി. അത് അവിടെ ഒരു പൂ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണ് സ്ഥലം. എനിക്ക് പുറമേ വയ്ക്കാൻ സ്ഥലമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ടെറസിലാണ് വെച്ചിരിക്കുന്നത്, ബാൽക്കണിയുടെ മീതെ ടെറസിൽ. ഇതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ലെമണും ഉണ്ട് കേട്ടോ. വേണ്ട, അതും അതെ പോട്ടില്ല. അങ്ങനെ ലെമണും അതെ. ഒന്നും ഇക്കുറി നേരെ ഒന്നും നോക്കിയിട്ടില്ല. ഇനി ശരിക്കും കായ പറിച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തൊക്കെ നല്ല വളമൊക്കെ കൊടുക്കണം. അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കണ കമ്പോസ്റ്റും ഇതൊക്കെ തന്നെ കൊടുക്കൽ. അപ്പം ഇങ്ങനെ ചെറിയൊരു വീഡിയോ, സ്ഥലമില്ലെങ്കിൽ നമുക്കിങ്ങനെ പോട്ടിലും ഉണ്ടാക്കാം. ഇത് 3 കൊല്ലമായിട്ടുള്ള നാരക, 3 കൊല്ലം. ഡ്രാഗൺ ഫ്രൂട്ടും ഇതും 3 കൊല്ലമായി. രണ്ടും അതെ. 1 കൊല്ലം ചെറിയ ചെടിയായി നിന്നു, പിന്നെയാണ് ഞാൻ ടെറസ് കയറ്റി വെച്ചപ്പോൾ 2 കൊല്ലമായി. കഴിഞ്ഞ കൊല്ലം കായ ഉണ്ടായി ഡ്രാഗൺ ഫ്രൂട്ടിൽ. കഴിഞ്ഞ കൊല്ലം 5 കായ കിട്ടി. പിന്നെ നേരെ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. വെട്ടിയൊക്കെ വൃത്തിയാക്കണം ശരിക്കും, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇങ്ങനെയായി. നാരകം അതെ, ചെറുനാരകം. ഇത് സീഡ്ലെസ് ആട്ടോ. ഇതിൻ്റെ ഈ സ്കിന്നും കൂടി നമുക്ക് തിന്നാം. ഈ ലെമണൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞ് ഈ സ്കിന്നില്ലേ, ഇല്ലെങ്കിൽ ലെമൺ നമ്മൾ ഇതിനൊക്കെ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ സ്കിന്നിന് വലിയ കയ്പ്പില്ല കേട്ടോ. അപ്പം അങ്ങനെ സ്ഥലമില്ലെങ്കിൽ നമുക്കിങ്ങനെ പോട്ടിലും ഉണ്ടാക്കാമെന്ന് പറയാം. ഓക്കേ.